നമസ്തേ. ജയിലിൽ കിടക്കുമ്പോൾ കാലിൽ മരവിപ്പ്, കടുത്ത പ്രമേഹം. ഇനി എന്ത് സംഭവിക്കുമെന്ന ആശങ്ക. എന്നാൽ ജാമ്യത്തിൽ പുറത്തിറങ്ങിയപ്പോൾ കയ്യിൽ ചെണ്ടയും മുന്നിൽ ഊഞ്ഞാലും. ഇ.ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികൾ പോലീസ് സ്റ്റേഷനിൽ ഓണം ആഘോഷിച്ച സംഭവം ഇപ്പോൾ കേരളത്തോട് ചോദിക്കുന്നത് ഒരേ ഒരു ചോദ്യമാണ്. പ്രതികൾ ഒപ്പിടാൻ വന്നതാണോ അതോ പോലീസ് സ്റ്റേഷനിലേക്ക് ആഘോഷിക്കാൻ പ്രത്യേക ക്ഷണം ലഭിച്ചതാണോ? തലസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനിൽ ഓണം ആഘോഷിച്ച് ഇ.ഡി കേസ് പ്രതികളുടെ വാർത്ത ഇന്നലെ പുറത്തു വന്നിരുന്നു. വളരെ ഞെട്ടലോടെയാണ് ഇതെല്ലാവരും കണ്ടതും കേട്ടതും. CPM മുൻ കൗൺസിലർ IP ബിനു ഉൾപ്പെടെയുള്ളവരാണ് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയതിനു ശേഷം ഓണാഘോഷത്തിൽ പങ്കെടുത്തത്. ഇ.ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതികൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടാനെത്തിയപ്പോഴാണ് ആഘോഷം നടത്തിയത്. ആഘോഷത്തിന്റെ ഭാഗമായി റീൽസും ചിത്രീകരിച്ചു. സ്റ്റേഷനിൽ ഇന്നലെയായിരുന്നു ഓണാഘോഷം. സ്റ്റേഷനിലെ പോലീസുകാർക്കൊപ്പമാണ് ഇവരും ആഘോഷങ്ങളിൽ പങ്കെടുത്തത്. ഇത് ഗുരുതരമായ ചട്ടലംഘനമാണ്. ആഘോഷ പരിപാടികൾ ചിത്രീകരിച്ച് IP ബിനു സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഓണാഘോഷത്തിനെത്തിയ പോലീസുകാരുടെ അതേ നിറത്തിലുള്ള ഷർട്ട് ധരിച്ചെത്തിയാണ് ഇവരും ആഘോഷങ്ങളിൽ പങ്കെടുത്തത്. പോലീസ് സ്റ്റേഷനു മുന്നിൽ വെച്ച് ഊഞ്ഞാലാടുന്ന റീൽ ചിത്രീകരിക്കുകയായിരുന്നു. റീലിന് ശേഷം ഊഞ്ഞാൽ അഴിച്ചുമാറ്റി. ഇന്നലെ പ്രതികൾ ഒപ്പിടേണ്ട ദിവസമായിരുന്നു. സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. പിണറായി വിജയന്റെ നഗരത്തിലെ വാടക വീട്ടിൽ പരിശോധന കഴിഞ്ഞു മടങ്ങവേ ഇ.ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികൾ പോലീസ് സ്റ്റേഷനെത്തി ഓണം ആഘോഷിച്ച സംഭവത്തിൽ കടുത്ത നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് പോലീസ്. പ്രതികളുടെ ജാമ്യം റദ്ദാക്കാൻ നടപടി തുടങ്ങിക്കഴിഞ്ഞു. പാളയം ലോക്കൽ സെക്രട്ടറിയും മുൻ കൗൺസിലറുമായ IP ബിനു ഉൾപ്പെടെയുള്ള പ്രതികളാണ് പോലീസ് സ്റ്റേഷനിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായത്. പ്രതികൾ ചെണ്ട കൊട്ടുകയും പോലീസ് സ്റ്റേഷനിലെ ഓണാഘോഷ ദൃശ്യങ്ങൾ എല്ലാം തന്നെ റീൽസാക്കി സാമൂഹിക മാധ്യമങ്ങളിലും പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. പ്രതികളിൽ ചിലർ ധരിച്ചിരുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ ധരിച്ചിരുന്ന അതേ നിറത്തിലുള്ള വസ്ത്രമാണ്. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ഉദ്യോഗസ്ഥർ ഊഞ്ഞാൽ അഴിച്ചുമാറ്റി. ക്രമസമാധാന ചുമതലയുള്ള ADGP P. വിജയൻ സംഭവത്തിൽ സിറ്റി പോലീസ് കമ്മീഷണറോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ അന്വേഷിച്ച് സിറ്റി പോലീസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകി. പ്രതികൾക്ക് പോലീസ് ഒത്താശ ലഭിച്ചിരിക്കാം എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ജാമ്യ വ്യവസ്ഥയുടെ ഭാഗമായി പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടാൻ എത്തിയതാണ് പ്രതികൾ. പോലീസ് സ്റ്റേഷനിൽ ഓണാഘോഷം നടക്കുമ്പോഴാണ് പ്രതികൾ രാവിലെ 10:20 എത്തിയതെന്നാണ് വിവരം. ഈ സമയം SHO സ്ഥലത്തുണ്ടായിരുന്നില്ല. തുടർന്ന് പ്രതികൾ ഊഞ്ഞാലാടുകയും ഉദ്യോഗസ്ഥരുമായി ചിരികളുമായി ആഘോഷത്തിന്റെ ഭാഗമാകുകയായിരുന്നു. 10:45 പ്രതികൾ ഒപ്പിട്ടു. ഇതിനിടെയാണ് ആഘോഷം നടത്തിയത്. പ്രതികളെ ആഘോഷത്തിന് ക്ഷണിച്ചിട്ടില്ലെന്നും പോലീസുകാർ അറിയിച്ചെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇ.ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ദിവസങ്ങൾക്ക് മുൻപാണ് പ്രതികൾക്ക് ജാമ്യം ലഭിച്ചത്. സംസ്ഥാന ഭരണം മാറി. കോൺഗ്രസ് നേതാവ് ആഭ്യന്തരമന്ത്രിയായിട്ടും ആഭ്യന്തര വകുപ്പിലെ പ്രധാന കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പോലീസിലെ സഖാക്കളും CPM ക്രിമിനലുകളുമാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ഈ വിഷയത്തിൽ പ്രതികരിച്ചു. ആഭ്യന്തര വകുപ്പ് ഇപ്പോഴും CPMന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് എന്നതിന്റെ ഏറ്റവും പുതിയ തെളിവാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നടന്ന ഓണാഘോഷമെന്നും അദ്ദേഹം പറഞ്ഞു. ഇ.ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതികൾക്ക് പോലീസ് സ്റ്റേഷനിൽ ഓണാഘോഷത്തിന് അവസരമൊരുക്കിയത് കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. CPM നേതാവ് IP ബിനു ഉൾപ്പെടെയുള്ള പ്രതികളാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഓണാഘോഷത്തിൽ പങ്കെടുത്തത്. ക്രിമിനൽ കേസുകളിൽ പ്രതികളായവർക്ക് പോലീസ് സ്റ്റേഷന്റെ വാതിലുകൾ തുറന്നുകൊടുക്കുന്ന സാഹചര്യം അതീവ ഗൗരവമുള്ളതാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സ്റ്റേഷനിലെ പോലീസുകാർ തന്നെയാണ് ക്രിമിനൽ കേസുകളിലെ പ്രതികൾക്ക് ഓണക്കോടി ഉൾപ്പെടെ വാങ്ങി നൽകിയത് എന്നതാണ് പുറത്തുവരുന്ന വാർത്തകൾ. പോലീസ് ഓഫീസേഴ്സ് യൂണിയൻ ഉൾപ്പെടെയുള്ളവർ അറിഞ്ഞുകൊണ്ടാണ് ഇത്തരമൊരു ആഘോഷം നടന്നതെന്നും അനൂപ് ആന്റണി പറഞ്ഞു. ആഭ്യന്തരമന്ത്രിക്ക് നട്ടലുണ്ടെങ്കിൽ ക്രിമിനലുകൾക്ക് പോലീസ് സ്റ്റേഷന്റെ വാതിലുകൾ തുറന്നിട്ട ഉദ്യോഗസ്ഥരെ ജോലിയിൽ നിന്ന് പുറത്താക്കാനുള്ള ആർജവം കാണിക്കണം. പോലീസ് സ്റ്റേഷനുകളെ CPM നേതാക്കളുടെയും ക്രിമിനൽ സംഘങ്ങളുടെയും ആഘോഷ വേദികളാക്കി മാറ്റാൻ അനുവദിക്കരുത്. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം. ഭരണം മാറിയിട്ടും ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തന ശൈലിയിൽ മാറ്റമില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആഭ്യന്തരമന്ത്രിക്കാണ്. പോലീസിലെ CPM അനുകൂലികൾക്കും ക്രിമിനൽ സംഘങ്ങൾക്കും മുന്നിൽ മുട്ടുമടക്കാതെ നിയമവാഴ്ച ഉറപ്പാക്കാൻ ആഭ്യന്തരമന്ത്രി തയ്യാറാകണമെന്നും അനൂപ് ആന്റണി ആവശ്യപ്പെട്ടു. അതേസമയം ഇ.ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ജയിലിൽ കഴിയുമ്പോൾ CPM പാളയം ലോക്കൽ സെക്രട്ടറിയായ IP ബിനു കടുത്ത പ്രമേഹ രോഗബാധിതനായി കാലുകളിൽ മരവിപ്പ് ബാധിച്ച അവസ്ഥയിലായിരുന്നു എന്നാണ് അന്ന് പാർട്ടി വൃത്തങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അയ്യോ ഇപ്പോ ചാകുമേ, ഇപ്പൊ കാല് മുറിക്കുമേ എന്നൊക്കെ പറഞ്ഞ് നടന്നവനാണ് ഇന്നലെ ചെണ്ട കൊട്ടി ഊഞ്ഞാലുവാടി നടന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ നോക്കി നിൽക്കെ ഇപ്പോ ഇ.ഡി ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനത്തിന് നേരെ ബിനു മുട്ടയെറിഞ്ഞ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് IP ബിനുവിനെ പിടികൂടണമെന്ന ആവശ്യം അന്ന് ശക്തമായത്.
ഇയാൾ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തതായി ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. എന്നാൽ IP ബിനു ഗുണ്ട ആക്ട് കേസിലോ പിടിച്ചുപറി കേസിലോ സ്ത്രീപീഡന കേസിലോ പ്രതിയല്ല, ഒരു രാഷ്ട്രീയ കേസിലെ പ്രതി മാത്രമാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കുകയായിരുന്നു അന്ന് CPM. പിണറായി വിജയന്റെ മകൾക്ക് വേണ്ടിയാണ് IP ബിനു അടക്കമുള്ളവർ ജയിലിൽ കിടന്നത്. മാസപ്പടി വാങ്ങിയ വീടയെ സംരക്ഷിക്കാൻ ജയിലിൽ കിടക്കുന്ന സഖാക്കളെ പരിഹസിച്ച് യുവരാജ് ഗോകുലടക്കം അന്ന് രംഗത്തെത്തിയിരുന്നു. ഈ ഒരു സംഭവം 2026 മെയ് 27-നാണ് സംഭവം നടക്കുന്നത്. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ പിണറായി വിജയൻ താമസിച്ചിരുന്ന വാടക വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തി. ഇത് CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു. പരിശോധനയും ചോദ്യം ചെയ്യലും പൂർത്തിയാക്കി ED ഉദ്യോഗസ്ഥർ പുറത്തേക്ക് പോകുന്നതിനിടെയാണ് സംഘർഷമുണ്ടായത്. റിപ്പോർട്ടുകൾ പ്രകാരം ED സംഘം 3 ടാക്സി വാഹനങ്ങളിലായി പുറത്തേക്ക് പോകുമ്പോൾ വലിയൊരു സംഘം വാഹനങ്ങളെ വളഞ്ഞു. വാഹനങ്ങൾക്ക് നേരെ കല്ല്, ഇഷ്ടിക, വടി തുടങ്ങിയവ ഉപയോഗിച്ച് ആക്രമണം നടന്നതായി പ്രോസിക്യൂഷൻ കേസ് പറയുന്നു. വാഹനങ്ങളുടെ ചില്ലുകൾ തകർത്തു. ED ഉദ്യോഗസ്ഥർക്കും വാഹന ഡ്രൈവർക്കും സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന ചിലർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടുകളുണ്ട്. CPM IP ബിനു അടക്കമുള്ളവരാണ് ഈ ആക്രമണങ്ങൾ നടത്തിയത്. ആക്രമണവുമായി ബന്ധപ്പെട്ട് 2 കേസുകളിലായി 300-ലധികം പേരെ പ്രതി ചേർത്തതായി റിപ്പോർട്ടുകളുണ്ട്. ആദ്യം 5 പേരെ അറസ്റ്റ് ചെയ്തു, പിന്നീട് കൂടുതൽ അറസ്റ്റ് നടന്നു. ആക്രമണം, ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, അന്യായ സംഘം ചേരൽ, കലാപം, പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് കേസിൽ ഉൾപ്പെടുത്തിയതെന്ന് റിപ്പോർട്ടുകളുണ്ട്. അറസ്റ്റിലായ പ്രതികളിൽ പലരുടെയും ജാമ്യാപേക്ഷകൾ കോടതി തള്ളിയിരുന്നു. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ പരിശോധിച്ച ശേഷമാണ് ചില ജാമ്യാപേക്ഷകൾ നിരസിച്ചതെന്ന് റിപ്പോർട്ടുകളുണ്ട്. കേന്ദ്ര അന്വേഷണ ഏജൻസിയിലെ ഉദ്യോഗസ്ഥർ ഔദ്യോഗിക ചുമതല നിർവഹിക്കുന്നതിനിടെ ഉണ്ടായ ആക്രമണത്തെ ഗൗരവത്തോടെയാണ് കോടതി പരിഗണിച്ചതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ജൂലൈയിലും ചില പ്രതികളുടെ ജാമ്യാപേക്ഷകൾ തള്ളപ്പെട്ടു. ഈ സംഭവത്തിൽ ഇപ്പോൾ രാഷ്ട്രീയമായും നിയമപരമായും ഉയരുന്ന പ്രധാന ചോദ്യം ഇതാണ്: ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി പരിശോധന പൂർത്തിയാക്കി മടങ്ങുമ്പോൾ നടന്ന ആക്രമണം സ്വാഭാവിക പ്രതിഷേധമായിരുന്നു, അതോ ആസൂത്രിത ആക്രമണമെന്ന ആരോപണം അന്വേഷിച്ച് തെളിയിക്കപ്പെടുമോ? ED ആക്രമണം സ്വാഭാവികമല്ലാത്ത മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാകാമെന്ന നിലപാടാണ് സ്വീകരിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ആക്രമണത്തിന്റെ ആസൂത്രണവും വ്യക്തികളുടെ ഉത്തരവാദിത്വം അന്വേഷണത്തിന്റെ കോടതിയിലെ തുടർ നടപടികളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ അന്തിമമായി സ്ഥാപിക്കപ്പെടൂ. CMRL എക്സാലോജിക് കേസിലെ പരിശോധന, മണിക്കൂറുകൾ നീണ്ട ED നടപടി, ഉദ്യോഗസ്ഥർ മടങ്ങുന്നതിനിടെ വാഹനങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്ന കേസ്, 300-ലധികം പേർ ഉൾപ്പെട്ട 2 കേസുകൾ, നിരവധി അറസ്റ്റുകൾ, പ്രതികളുടെ ജാമ്യാപേക്ഷകൾ പല ഘട്ടങ്ങളിലും കോടതി തള്ളി. ഇങ്ങനെ പോകുന്നു അതിൻ്റെ ആ ഒരു നിര. ഇവിടെ ഉയരുന്ന ചോദ്യം ഒരു ഓണാഘോഷത്തെക്കുറിച്ച് മാത്രമല്ല. ഗുരുതരമായ കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന പ്രതികൾ പോലീസ് സ്റ്റേഷനിലെത്തി ആഘോഷങ്ങളിൽ പങ്കെടുത്തത് എങ്ങനെയാണ്? ഉദ്യോഗസ്ഥരുടെ അറിവോടെയായിരുന്നോ? ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചോ? അതോ സംവിധാനത്തിലെ ചിലരുടെ ഒത്താശയുണ്ടായിരുന്നു? ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടതാണ്. ഇനി നിങ്ങൾ പറയൂ, നിയമം സാധാരണക്കാർക്ക് ഒരു രീതിയിലും രാഷ്ട്രീയ സ്വാധീനമുള്ളവർക്ക് മറ്റൊരു രീതിയിലുമാണോ വരുന്നത്? പോലീസ് സ്റ്റേഷൻ പ്രതികൾക്ക് ഒപ്പിടാനുള്ള സ്ഥലം മാത്രമാണോ, അതോ ആഘോഷവേദിയാകുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും ഈ വീഡിയോയ്ക്ക് താഴെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഷെയർ ചെയ്യുക ഇഷ്ടമായെങ്കിൽ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ തത്വമയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.